പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിൽ സംഘർഷത്തിൽ ആറന്മുള പോലീസിനെതിരെ നിയമവിദ്യാർത്ഥി നിളായസ് പണിക്കർ ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നു. SFI DYFI പ്രവർത്തകർ മർദ്ദിച്ചെന്നാരോപിച്ച് പരാതി നൽകിയ തനിക്കെതിരെ കേസെടുത്ത നടപടിയിലാണ് കോടതിയെ സമീപിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണം എന്നാണ് ഹർജിയിലെ ആവശ്യം. ബുധനാഴ്ച പത്തനംതിട്ട കോടതിയിൽ CMB കൊടുക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഹൈക്കോടതിയിലേക്ക് പോകാനാണ് ഇപ്പോൾ തീരുമാനം എടുത്തേക്കുന്നത്. പിന്നെ CAയുടെ ഭാഗത്തെ പെരുമാറ്റം ഒന്നും അത്ര നല്ല രീതിയിലല്ലായിരുന്നു ബിഹേവ് ചെയ്തത് ഞങ്ങളോട് FIR വാങ്ങിക്കാൻ ചെന്നപ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി വേറെ എവിടെയെങ്കിലും ആക്കി തരണം എന്നുള്ള ഇതിലല്ല, അതിൻ്റെ മുകളിലോട്ടുള്ള ആരെങ്കിലും അന്വേഷിക്കണം എന്നുള്ള ഇതിലാണ് ഞങ്ങളിപ്പം മൂവ് ചെയ്യുന്നത്. പിന്നെ പത്തനംതിട്ട കോടതിയിൽ CMB കൊടുക്കാനുള്ള കാരണം ഞാൻ കൊടുത്ത മൊഴി അടിസ്ഥാനത്തിലുള്ളതൊന്നും അല്ല സെക്ഷൻസ് ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ CMB കൊടുക്കാൻ തീരുമാനിച്ചു. നിളയെ മർദ്ദിച്ചിട്ടില്ലെന്നും മുൻ പ്രിൻസിപ്പലാണ് ഈ പരാതിക്ക് പിന്നിലെന്നും കേസിലെ പ്രതിയായ ജെയ്സൺ ജോസഫ് അവകാശപ്പെട്ടു. ആ കുട്ടിയുടെ മൂക്കിടിച്ചു പരത്തി എന്നാണ് ആ കുട്ടി മാധ്യമങ്ങളോടൊക്കെ പറയുന്നതും ഈ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒന്നും തെള്ളും ഒക്കെ ഉണ്ടാവുന്നു. ഇത് കണ്ടുകൊണ്ടാണ് ഞാനും ഞങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പാളും ആ സംഭവ സ്ഥലത്തേക്ക് വരുന്നത്. ഈ പറയുന്ന നിളയസ് പണിക്കർ എന്ന് പറഞ്ഞ പെൺകുട്ടി ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ നിങ്ങളെയൊക്കെ ഈ കേസൊക്കെ കൊടുത്ത് കൂട്ടിക്കളയും എന്നുള്ള രൂപത്തിലേക്കൊക്കെ ഒരു ഭീഷണിയാണ് ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന്റെ പുറകിൽ നിന്നുകൊണ്ട് ഈ ജഗത് എന്ന് പറഞ്ഞ പയ്യൻ ഒരു മോശപ്പെട്ട നിലയിൽ ഒരു അംഗ്യം കാണിക്കുന്ന ഘട്ടത്തിലാണ് ഞാനൊന്ന് മുൻപോട്ടൊന്നായിരുന്നത്. അപ്പൊ തന്നെ വിദ്യാർത്ഥികളെല്ലാം കൂടി പിടിച്ചു മാറ്റുകയും നമ്മളെല്ലാവരും പ്രിൻസിപ്പാളിനോട് നമ്മുടെ പരാതി പറഞ്ഞതിന് ശേഷം നമ്മളെല്ലാം പിരിഞ്ഞു പോവുകയും ചെയ്തു. ഇതാണ് അവിടെ നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. കോളേജിലെ കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവന്നു. DYFI നേതാവ് ജെയ്സൺ ജോസഫും പരാതിക്കാരിയും സുഹൃത്തും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അഞ്ചിന്റെ വജ്രത്തിളക്കം.